അങ്ങനെ ഒരു അവധി ദിവസം കിട്ടിയപ്പോൾ ഞാനും എൻ്റെ ഭാര്യ ശില്പയും ഞങ്ങളുടെ മകൾ കാത്തുവും കൂടെ ഒന്ന് വാട്ടർ മെട്രോയിൽ യാത്ര ചെയ്യാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ ഹൈക്കോടതിക്കടുത്തുള്ള വാട്ടർ മെട്രോ സ്റ്റേഷനിലെത്തി. ടിക്കറ്റ് എടുത്തു. 40 രൂപയാണ് ഹൈക്കോടതിയിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് ഒരാൾക്കുള്ള യാത്രാ നിരക്ക്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ധാരാളം യാത്രക്കാരുണ്ടായിരുന്നു. ഞങ്ങളുടെ ബോട്ട് വന്നപ്പോൾ ഞങ്ങൾ അതിലേക്ക് നീങ്ങി. ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിലേക്കാണ് പോകുന്നത്. ഓരോ 15 മിനിറ്റ് ഇടവിട്ടും ഹൈക്കോർട്ടിൽ നിന്നും ഫോർട്ട് കൊച്ചിയിലേക്ക് ബോട്ട് സർവീസ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ബോട്ടിലേക്ക് കയറി. തൊട്ടപ്പുറേ മറ്റൊരു വാട്ടർ മെട്രോ കിടപ്പുണ്ടായിരുന്നു. വാട്ടർ മെട്രോയിൽ 96 പേർക്കാണ് യാത്ര ചെയ്യാൻ സാധിക്കുന്നത്. എല്ലാവർക്കും ഇരിപ്പിടം കിട്ടില്ല. ആദ്യം എത്തുന്നവർക്ക് ഇരിക്കാം, മറ്റുള്ളവർക്ക് നിൽക്കാം. അങ്ങകലെ അതാ ഗോശ്രീ പാലം കാണാം. അങ്ങനെ ഞങ്ങളുടെ ബോട്ട് പതിയെ യാത്ര തുടങ്ങി. കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ കാത്തുവിന് ഒറ്റയ്ക്കിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ശില്പയെ എഴുന്നേൽപ്പിച്ച് നിർത്തി. അതിമനോഹരമാണ് ഈ കായൽ യാത്ര. അങ്ങകലെ ധാരാളം കെട്ടിടങ്ങൾ കാണാം. അപ്പോഴാണ് ഫോർട്ട് കൊച്ചിയിൽ നിന്നും തിരിച്ച് ഹൈക്കോർട്ടിലേക്ക് വരുന്ന വാട്ടർ മെട്രോ കാണാനിടയായത്. നല്ല തെളിഞ്ഞ ആകാശമാണ്. യാത്രക്കാരെല്ലാം തന്നെ ഞങ്ങളെപ്പോലെ തന്നെ യാത്ര വളരെ നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട്. ഫുൾ AC ആണ് വാട്ടർ മെട്രോ. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ശില്പ കാത്തുവിനെ എടുത്ത് മടിയിലിരുത്തി പുറം കാഴ്ചകൾ കാണിച്ചു തുടങ്ങി. അപ്പോഴാണ് ഇന്ത്യൻ നേവിയുടെ ഒരു യുദ്ധക്കപ്പൽ അതുവഴി പോകുന്നതായി കണ്ടത്. കാത്തുവിന് പൊക്കമില്ലാത്തതുകൊണ്ടാണ് വിൻഡോയിൽ എത്തിക്കുത്തി നിന്നാണ് പുറം കാഴ്ചകൾ കാണുന്നത്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ധാരാളം ബോട്ടുകൾ കായലിലുണ്ടായിരുന്നു. അതിലെല്ലാം നിറയെ യാത്രക്കാരും ഉണ്ടായിരുന്നു. ശില്പ ചീനവലയും മറ്റു കാഴ്ചകളും കണ്ട് അങ്ങനെ ഇരുന്നു. മുമ്പ് പലവട്ടം സാധാ ബോട്ടിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നല്ല വൃത്തിയുള്ള വാട്ടർ മെട്രോ ബോട്ടുകൾ. അങ്ങനെ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ മൂവരും ഇരുന്നു. കുറച്ച് സമയം പിന്നിട്ടപ്പോൾ ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിലേക്ക് അടുക്കാറായി. ഏകദേശം 20 മിനിറ്റ് എടുത്തു ഞങ്ങൾ ഹൈക്കോർട്ടിൽ നിന്നും ഫോർട്ട് കൊച്ചിയിലെത്താൻ. അപ്പോഴാണ് ആകാശത്തൂടെ ഒരു ഹെലികോപ്റ്റർ പറന്നു പോകുന്നത് ഞാൻ ക്യാമറയിൽ പകർത്തിയത്. അങ്ങനെ ഞങ്ങളുടെ യാത്ര ഇതാ ഫോർട്ട് കൊച്ചിയിൽ സമാപിക്കുകയാണ്.